എല്ലാവർക്കും നമസ്കാരം. എന്തൊക്കെയാണ് വിശേഷങ്ങൾ? നമുക്കിന്ന് സന്തോഷവും ദുഃഖവും എന്താണെന്ന് ഒന്ന് നോക്കിയാലോ? വളരെ സിമ്പിളായിട്ട് എല്ലാവർക്കും മനസ്സിലാക്കാൻ പറ്റുന്ന ഇതിൽ ഇത് നിങ്ങൾ കേൾക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുന്നതില്ല. അതിനു മുമ്പ് നിങ്ങളൊരു പച്ചപ്പുളി ഉപ്പും കൂട്ടി കഴിക്കുന്നതെന്ന് ആലോചിച്ച് നോക്കി. പച്ചപ്പുളി ഉപ്പും കൂട്ടി ചമയ്ക്കുക. ജസ്റ്റ് ഒന്ന് ഇമാജിൻ ചെയ്ത് നോക്കി. ഇതാ എൻ്റെ വയലിൽ വെള്ളം വന്നിട്ടുണ്ട്, നിങ്ങളുടെ വയലൊക്കെ വന്നിട്ടുണ്ടാവും. മനുഷ്യനാണോ വന്നിരിക്കും. ഇവിടെ എന്താണ് വെള്ളം ഉൽപ്പാദിപ്പിച്ചത്? പുളിയാണോ? ഉപ്പാണോ? അല്ല, ആ ചിന്തയാണ്. ആ ചിന്ത മനസ്സ് ഏറ്റെടുത്ത് മനസ്സ് ഉൽപ്പാദിപ്പിച്ചതാണ്. അതുപോലെ തന്നെ അല്ലേ, ഒന്ന് ആലോചിച്ച് നോക്ക്. നമ്മുടെ സന്തോഷവും ദുഃഖവും ഒരു ഹോർമോണിൻ്റെ കളിയാണെന്ന് നമുക്കൊക്കെ അറിയാം. അപ്പോൾ നല്ല കാര്യം ചിന്തിക്കുമ്പോൾ നല്ല ഹോർമോണുകൾ ഉൽപ്പാദിപ്പിക്കുന്നു, മോശം കാര്യം ചിന്തിക്കുമ്പോൾ മോശം ഹോർമോണുകൾ ഉൽപ്പാദിപ്പിക്കുന്നു. ദാറ്റ്സ് ഓൾ. അത്ര മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ ഇനി സന്തോഷം വരുമ്പോൾ നമ്മളൊന്ന് ജസ്റ്റ് കണ്ണടച്ചിട്ട്, ഏറ്റവും സിമ്പിളായി ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ്, സന്തോഷം വരുമ്പോൾ കണ്ണടച്ച് സന്തോഷിക്കുക. ദുഃഖം വരികയാണെങ്കിൽ കണ്ണടച്ചിട്ട് നമ്മുടെ ഹോർമോണ് നമുക്ക് ഇഷ്ടമില്ലാത്തൊരു കളർ കൊടുത്തിട്ട് അത് പൊന്തുന്നതായിട്ട് മനസ്സിൽ ഇമാജിൻ ചെയ്യാം. എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് നമുക്ക് ഇഷ്ടമുള്ള ഒരു കളർ, അത് സന്തോഷമായിട്ട് കണ്ട് അത് മുകളിലോട്ട് പൊന്തുന്നതായിട്ട് ഒന്ന് ഇമാജിൻ ചെയ്യാം. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ ഉള്ളിൽ ആ ഒരു മാറ്റം അനുഭവപ്പെടും. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, എല്ലാത്തിനും രണ്ട് ഭാഗം ഉണ്ടെന്നാണല്ലോ ഒട്ടുമിക്കതും. രാവ് പകല്, വെളുപ്പ് കറുപ്പ്, ചൂട് തണുപ്പ്, പിന്നെ വേറെന്താണ് നെഗറ്റീവ് പോസിറ്റീവ്, അതുപോലെ. അപ്പോൾ എല്ലാവരുള്ളും രണ്ട് വശമുണ്ട്. അപ്പോൾ നമ്മൾ ഏത് വശത്തേക്ക് കൂടുതൽ ശ്രദ്ധ കൊടുക്കുന്നു, ആ വശമാണ് നമ്മൾ കൂടുതൽ ആക്റ്റീവായി നിൽക്കുന്നത്. അപ്പോൾ നമ്മൾ ചിലപ്പോൾ സങ്കടമായിരിക്കും കൂടുതലായിട്ട് കൊടുക്കുന്നത്, അപ്പോൾ ആ ഭാഗം ആക്റ്റീവാകും. നേരെ മറിച്ച് സന്തോഷമുള്ള ഭാഗം നമ്മൾ കൂടുതൽ സമയം കൊടുക്കുകയാണെങ്കിൽ ആ ഭാഗം ആക്റ്റീവാകും. അങ്ങനെ ചിന്തിക്കുക. ഇതിന് ഉദാഹരണമായിട്ട് ഒരു കഥ പറയുന്നുണ്ട്. നമ്മുടെ എല്ലാവരുടെ ഉള്ളിലും ഒരു വെളുത്ത പട്ടിയും ഒരു കറുത്ത പട്ടിയും ഉണ്ട്. വെളുത്ത പട്ടി എന്ന് വെച്ചാൽ സന്തോഷത്തിൻ്റെ പട്ടി, കറുത്ത പട്ടി എന്ന് വെച്ചാൽ ദുഃഖത്തിൻ്റെ പട്ടി. അപ്പോൾ നമുക്ക് ഏതാണോ വലുതാവേണ്ടത് അതിന് ഭക്ഷണം കൊടുക്കുക. ഇപ്പോൾ വെളുത്ത പട്ടി സന്തോഷം വലുതാണെങ്കിൽ അതിന് സന്തോഷമായ ഭക്ഷണം കൊടുക്കുക. കറുത്ത പട്ടി ദുഃഖത്തിൻ്റെ പട്ടി വലുതാണെങ്കിൽ അതിന് ദുഃഖത്തിൻ്റെതായ ചിന്തകൾ കൊടുക്കുക. അപ്പോൾ നമ്മൾ എല്ലാ ദിവസവും അവെയർ ആകുന്നു, ഞാനിന്ന് അല്ലെങ്കിൽ ഈ സമയം ഞാൻ ഏത് പട്ടിക്കാണ് കൂടുതൽ ഭക്ഷണം കൊടുക്കുന്നത്. അപ്പോൾ തന്നെ നമുക്ക് നമ്മുടെ ഒരു ചിന്തയെ മാറ്റിയിട്ട് സന്തോഷം മനഃപൂർവ്വം ചിന്തിക്കുക. അപ്പോൾ അതിന് ഏറ്റവും നല്ലൊരു കാര്യമാണ് ജേണലിങ്, ഗ്രാറ്റിറ്റ്യൂഡ് ജേണലിങ്. അതായത് നമ്മളൊക്കെ ചെറുപ്പത്തിൽ ഇമ്പോസിഷൻ എഴുതിയ മാതിരി നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് ജേണലിങ് എഴുതുക. ഒരു 10-15 എഴുതിയാൽ മതി. കൂടുതലുണ്ടാവും, പക്ഷേ മിനിമം ഞാൻ പറയുന്നത് ഒരു 10-15 ഡെയിലി സ്ഥിരമായിട്ട് എഴുതുക. അപ്പോൾ നമുക്ക് മനസ്സിലാവും നമ്മുടെ ആ ഒരു സന്തോഷത്തിൻ്റെ ഭാഗം ശക്തമായിട്ട് വരുന്നത്. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോഴാണ് നമുക്ക് കൂടുതലായിട്ട് സന്തോഷം നമുക്ക് ഇങ്ങനെ ഇമ്പ്രൂവ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റും.